മലായിക്കത്ത് വരികയാണ്. അത് എവിടെയാണെങ്കിലും അവൻ ഐസിയുലാകട്ടെ, വെന്റിലേറ്ററിലാവട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ, അവന്റെ വീട്ടിലെ റൂമിലാകട്ടെ, എവിടെയാണെങ്കിലും അള്ളാഹു വെന്റിലേറ്ററിലൊന്നും കടന്ന് മരിക്കേണ്ട അവസ്ഥ നമുക്ക് നമ്മുടെ കുടുംബത്തിന് അള്ളാഹു വരുത്താതിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണല്ലോ, മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അറിയാം മെഷീൻ ഇങ്ങനെ ബും ബും പറഞ്ഞ് അടിച്ചിട്ടുണ്ടാവും. പൈസ പൈസ ഇത്ത് വെച്ചിട്ട് കളി. ഇസിയിലായിരിക്കും, ആർക്കും പോകാനും കാണാനും പറ്റൂല. ഒന്ന് ഗനിമലി കൊടുക്കാൻ, ഒരുത്തി വെള്ളം കൊടുക്കാൻ, ഒന്ന് വട്ടത്തിലിരുന്ന് യാസീനോദാൻ. ഇതിനൊന്നും അവസരമില്ലാത്ത മരണം അല്ലാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. നമ്മളുണ്ടാക്കിയ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ചിട്ട് വുദൂഓട് കൂടിയിട്ട് ഖിബിലാക്ക് മുന്നിട്ടിട്ട് ആ മാലാഖമാരുടെ ഖുർആൻ പറയാണ്, മുഅ്മിനീങ്ങളെ അടുത്തേക്ക് മാലാഖമാര് വരും. തതനസ്സലൂന അല്ലാഹു പറഞ്ഞു. കുറച്ചിറങ്ങും ആൾക്കാർ, പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി 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 വരും. എന്നിട്ട് പറയും, അല്ല തഖാഫൂ, പേടിക്കണ്ട, ഞങ്ങളെ കണ്ടിട്ട് ബേജാറാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ മക്കളെയും കുടുംബത്തിനെയും കെട്ടിച്ചാല കുട്ടിയാളെയും ഭാര്യനെയും കുടുംബത്തിനെ ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട, പേടിക്കണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ഒരു കാര്യത്തിനും ദുഃഖിക്കണ്ട, നിങ്ങൾ പോന്നാ മതി ഞങ്ങളൊപ്പം. കാരണം നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. നിങ്ങൾ സ്വാലിഹായ മനുഷ്യനായിരുന്നു, നിങ്ങൾ ദുനിയാവിൽ ഞങ്ങളെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞത്. നമ്മളൊപ്പം ഒരുപാട് മലക്കാളുണ്ട്. നമ്മളെ കുട്ടികള് നമ്മളെ മദ്രസിലെ അഖീദന്റെ കിതാബിൽ പറയും അല്ലേ, നമ്മളൊപ്പം മലക്കാളുണ്ട്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മലക്കിനെ കണ്ടുക്കണോ? അപ്പൊ നമ്മള് ഏതെങ്കിലും മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം വരുമ്പോ തന്നെ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അസ്റായിൽ അലൈഹിസ്സലാം വരുമ്പോ ചിരിക്കാൻ പറ്റണം, സ്വാഗതം ചെയ്യാൻ പറ്റണം. അത് സാധാരണക്കാർക്കും കഴിയും. അതാണ് അല്ലാഹുവിന്റെ മഹാന്മാരെ പവറ്. അത് വേറൊരാൾക്കും കൊടുക്കാൻ കഴിയൂല. അത് പൈസ കൊടുത്താൽ കിട്ടൂല, അത് ആൾക്കാർ പുകഴ്ത്തിയാൽ കിട്ടൂല. അല്ലാഹുവിന്റെ മഹാന്മാരെ മദദ് കൊണ്ട് കിട്ടുന്നതാണ്. എത്ര എത്ര സാധാരണക്കാരെ, മൗലാന്റെ കുട്ടികളെ, മഹാനായ ശൈഖുൽ മശായിഖ് അൽ-ഗൗസ് സുൽത്താൻ അബ്ദുല്ലാഹിൽ മൗലൽ ജലാലിൽ കണ്യാല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആണ് പറഞ്ഞാൽ മനുഷ്യന്മാരെ നമ്മളെ തെറ്റൊക്കെ അല്ലാഹു പൊറുത്തരട്ടെ. എന്തിനാ നമുക്ക് മാനക്കേട്? ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നം. നമ്മളൊന്ന് മാറണം. ഇല്ലെങ്കിൽ ഈ സദസ്സ് സാക്ഷി നിർത്തി നിങ്ങൾ പറയുന്നു, നാളെ മഹ്ശറയിൽ നമുക്ക് പ്രയാസമുണ്ടാവും. അവിടെ നമ്മൾ കണ്ടുമുട്ടാണ്, നമുക്ക് അവിടുന്ന് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുടുങ്ങും. ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കുടുങ്ങും. ഈ മനുഷ്യനോട് മുമ്പിനോട് പറയാ, പേടിക്കണ്ട, ഞങ്ങളൊപ്പം പോന്നോ, നിങ്ങളെ ഖബർ ഞങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളെ മഹ്ശർ ഞങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളെ സിറാത്ത് പാലം ഞങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റിയിട്ടല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ആർക്കത് കിട്ടണേ? മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനീങ്ങൾ എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? സക്കറല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അല്ലാഹു ധാരാളം ദിക്ർ ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. ആണും പെണ്ണുമാണേ, ആണുങ്ങൾക്ക് മാത്രല്ലല്ലോ, പെണ്ണുങ്ങൾക്കും വേണം ദിക്ർ ചൊല്ലിയിട്ട് നന്നാവല്. ഓരിങ്ങനെ കുറെ പ്രസവിച്ച് വീട്ടിലെ പണിക്കെടുത്ത് കൈയും കാലും തറന്ന് മുട്ടും കാലും തേഞ്ഞു പോകേണ്ടവരല്ല, ഓരും സ്വർഗത്തിന്റെ ആളുകൾ തന്നെ. ലോകത്ത് എത്ര എത്ര മഹതിമാരുണ്ടായി, എത്ര എത്ര മഹതിമാർ. ആണുങ്ങളെക്കാൾ ഹിമ്മത്തും അവരെക്കാരും കരുത്തുമുള്ളതായ എത്ര എത്ര മഹതികൾ. സ്വർഗം കണ്ടല്ലേ പോയത്, സ്വർഗത്തിലേക്കല്ലേ പറന്നത്. ആരാണ് അവരൊക്കെ ഉണ്ടാക്കിയത്? അവർക്കൊക്കെ അല്ലാഹുവിന്റെ മഹാന്മാരുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പഠിപ്പിച്ചത്. അങ്ങനെ ആ സ്വഹാബത്തിനെ നമ്മൾ അവിടുന്ന് പോയത് ഇങ്ങനെയൊക്കെ പോയി ലാസ്റ്റ് കൊടുക്കന്നെത്തി, കൊടിമരത്തിന്റെ കൊടുക്കന്നെത്തി.
ആ സ്വഹാബത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. ആ സ്വഹാബത്തിന്റെ ചരിത്രം എന്തായി? മഹാന്മാരാകുന്ന സ്വഹാബത്ത് പറയുന്നു, ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി, അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ പോയത് കടലിൽ യുദ്ധം ചെയ്യാൻ, കടലിൽ വന്ന സൈന്യത്തിനോട് യുദ്ധം ചെയ്യാൻ പറ്റി. അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹത്തിന് മറമാടാൻ ഒരു സ്ഥലവും ഞങ്ങൾ എത്തിച്ചില്ല. ഒരാഴ്ചക്കാലം അദ്ദേഹത്തിന്റെ ജനാസയുമായി ഞങ്ങൾ നടന്നു. നമ്മളതൊക്കെ ഒരാഴ്ച പുറത്ത് വെച്ച് എന്തൊക്കെ അവസ്ഥ? ഈ മഹലിൽ എത്താൻ കഴിയില്ല, ഒരു കുഴപ്പമില്ല, ഒരു രോമം പോലും കൊഴിഞ്ഞു പോയില്ല എന്നാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദ്വീപിലെത്തി. ആ ദ്വീപിൽ മഹാനവറുകളുടെ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയുടെ ജനാസ, പരിശുദ്ധമായ ശരീരം ഞങ്ങൾ അവിടെ ഖബറടക്കി എന്ന് മഹാന്മാരാകുന്ന സ്വഹാബത്ത്. എന്തേ അത് കേടുവരാതിരിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുണ്ടായതാണ് അല്ലേ? പിതങ്ങൾ സ്വഹാബത്തിനെ കൊണ്ട് പണിയടിപ്പിച്ചു, ദിക്ർ ചൊല്ലിച്ചു, അവരെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ചു, ഖുർആൻ ഓതിപ്പിച്ചു. അപ്പൊ അവരെ തടി എന്തായി? കേടില്ലാത്തതായി, ചീയാത്ത തടിയായി. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു